ഹായ് ഓൾ, ഇത് നമ്മൾ ആദ്യമായിട്ട് ഈ യൂട്യൂബിൽ ഈ ചാനലിൽ ആദ്യത്തെ ലീഡ് കോഡ് പ്രോബ്ലമാണ്. നമ്മൾ വർക്ക്ടെക്കിലെ കുറച്ച് ബേസിക് പ്രോബ്ലം നോക്കി. അത് കഴിഞ്ഞിട്ട് ഗീക്സ് ഫോർ ഗീക്സിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഗീക്സ് ഫോർ ഗീക്സിൽ ആ പ്രോബ്ലം നമ്മൾ റീസെൻ്റായിട്ട് ചെയ്ത ആ പ്രോബ്ലം കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയൊരു പ്രോബ്ലമാണിത്. സോ അതുകൊണ്ട് ഞാൻ ഈ ലീഡ് കോഡ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓക്കെ, സോ ക്വസ്റ്റ്യൻ വായിക്കാം. ഞാനൊന്ന് എക്സ്പ്ലെയിൻ. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതൊന്ന് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തു. ആദ്യത്തെ ഒരു ട്രൈ ചെയ്തതിൽ കുറേ ട്രൈ ചെയ്തിട്ടും എനിക്ക് ടെസ്റ്റ് കേസ് ഒന്നും പാസ്സായിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ടൈം എക്സ്റ്റെൻഡ് ആയപ്പോൾ റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലാതെ തന്നെ ട്രൈ ചെയ്തു ആൻഡ് റിസോൾവ്. അപ്പം ഫസ്റ്റ് വീഡിയോ അങ്ങനെ ആയതിൽ കുഴപ്പമില്ല. ലീഡ് കോഡിലെ അത് നമ്മളൊരു ഇംപ്രൊവൈസേഷൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് കരുതാം ഞാൻ തന്നെ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആഡ് ഡിജിറ്റ്സ്. ഓക്കെ, ആഡ് ഡിജിറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആഡ് ഡിജിറ്റുകൾ ആഡ് ചെയ്യാം. ആൻഡ് given an integer num, നമുക്ക് നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിജർ തന്നിട്ടുണ്ട്. റിപ്പീറ്റ്ലി ആഡ് ഓൾ ഡിജിറ്റ് അണ്ടിൽ ദ റിസൾട്ട് ഹാസ് ഓൺലി 1 ഡിജിറ്റ് ആൻഡ് റിട്ടേൺ ഇറ്റ്. അതായത് നമുക്ക് നം തന്നിട്ടുണ്ട് വിച്ച് ഈസ് എ 2 ഡിജിറ്റ്, 3 ഡിജിറ്റ് ഓർ വാട്ട് എവർ ദ ഡിജിറ്റ്. അതെന്ത് ചെയ്യണം? കണ്ടിന്യൂസ്ലി അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ്ലി അത് ആഡ് ചെയ്യണം. എന്തിനാ അങ്ങനെ കണ്ടിന്യൂസ്ലി ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ്ലി ആഡ് ചെയ്യുന്നു. എന്തിനാ? റിട്ടേൺ ഓൺലി 1 ഡിജിറ്റ് നമ്പർ. അതായത് 38 എക്സാമ്പിൾ, നമ്മൾ എക്സാമ്പിൾ 38, ഇത് 2 ഡിജിറ്റ് നമ്പറാണ്. 3 + 8 കൂട്ടുന്നു വിച്ച് ഈസ് 11 എടുക്കുന്നു. 1 + 1 2. അപ്പോൾ ഒരു 1 ഡിജിറ്റ് നമ്പറായി. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? 1 ഡിജിറ്റ് നമ്പറാണ്. അപ്പം 1 ഡിജിറ്റ്, അതായത് നമ്പേഴ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്പേഴ്സ് എങ്ങനെ, അതായത് ഒരു ഡിജിറ്റിൻ്റെ ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ഒരു ഡിജിറ്റിൻ്റെ ഒരു ഇൻറ്റീജർ നമ്പറിൻ്റെ 2 ഡിജിറ്റോ 3 ഡിജിറ്റോ ഏത് ഡിജിറ്റ് ആയാലും ആ നമ്പറിൻ്റെ സം കാണാൻ നമ്മൾ പഠിച്ചു. സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, സം ഓഫ് നം എന്ന് ഞാൻ ഇടാം. സം ഓഫ് നം നമ്പറിൻ്റെ സം എന്ന് പറഞ്ഞാൽ നമുക്ക് സം കാണാൻ പറ്റും. ഇൻഡ് ഓഫ് നമുക്ക് ഏതാ? ഡി എന്ന് പറഞ്ഞാൽ ഓരോ നമ്പേഴ്സും ഫോർ ഡി ഇൻ സം, ഫോർ ഡി ഇൻ STR ഓഫ് സം ഓഫ് നം. ഇതിപ്പോൾ എന്താ? ഇതിപ്പോൾ 11 ആണോ 12 ആണോ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഡിജിറ്റ് ടോട്ടലി 111 ആണെങ്കിൽ എന്തും ഓരോ എടുത്തിട്ട് ഫുൾ കൂട്ടിയിട്ട് അത് സം ഓഫ് നമ്മിലേക്ക് കൂട്ടും. ഇത് എവിടം വരെ റൺ ചെയ്യണം? ഈ പ്രോസസ്സ് സം ഓഫ് നം എന്ന് പറയുന്നത് 1 ഡിജിറ്റ്, അതായത് അതുവരെ വൈൽ സം ഓഫ് നം, വൈൽ നമ്മുടെ സം ഓഫ് നം എന്തായിരിക്കണം? 9 ആയിരിക്കണം വലുതല്ലേ? 0-നേക്കാൾ വലുതായിരിക്കണം, 9-നേക്കാൾ ചെറുതുമായിരിക്കണം. എന്നിട്ട് എന്താ റിട്ടേൺ ചെയ്യേണ്ടത്? ഈ സം ഓഫ് നം. ഈ സം ഓഫ് നം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒറിജിനൽ നമ്പറാണ് കേട്ടോ. ഒറിജിനൽ നമ്പർ നം തന്നെ ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഈ നമ്മാണ് നമ്മൾ റൺ ചെയ്യിപ്പിക്കുന്നത്. ഈ നം റിട്ടേൺ ആരെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ നം. ഓക്കെ ആണല്ലോ? ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കട്ടെ. ഓക്കെ, ഇതിലെ എറർ എന്താണ്? ഓക്കെ, വൈൽ so 1 to greater than or is equal to ഇങ്ങനെ കൊടുക്കാം, ഇല്ലെങ്കിൽ വേറെ കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തു, അതായത് നമ്പർ 9 ആയിരിക്കണം വലുത്. ഓക്കെ, സോറി, അതായത് നമ്പർ ആയിരിക്കണം വലുത്,
എന്തായിരിക്കണം? ഈക്വൽ ടു 10. ഓക്കെ, ഇതാണ് 0യോ 10നോ ഈക്വൽ ആയിരിക്കണം. ഇത് 1 ഡിജിറ്റ് അല്ല. ഓക്കെ, സോ ഞാൻ എന്താണ് സബ്മിറ്റ് ചെയ്യുന്നു. യെസ്,